റെഡിയാണോ? ഇപ്പൊ നല്ല പോളിംഗ് ശതമാനം വരുമ്പോൾ മലപ്പുറം ജില്ലയിലടക്കം കഴിഞ്ഞ വർഷത്തെ പോളിംഗ് ശതമാനം മറികടന്നിരിക്കുകയാണ്. 75% പിന്നിട്ടു. എങ്ങനെയാണ് കാണുന്നത്? വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ നല്ല റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. UDF ക്യാമ്പുകൾ എല്ലായിടത്തും സംസ്ഥാനത്തൊട്ടാകെ വളരെ ആഹ്ലാദഭരിതരാണ്. വളരെയധികം അനുകൂലമായ ഒരു ട്രെൻഡാണ് എന്നാണ് UDF പ്രവർത്തകർ മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വേങ്ങരയൊക്കെ. അങ്ങനെയായിരുന്നു വിലയിരുത്തിയത്. പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ നിലവിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഭൂരിപക്ഷത്തിൽ കൂടും. ശതമാനം നോക്കണ്ട, ഭൂരിപക്ഷത്തില് പിന്നെ വലിയ ഭൂരിപക്ഷം എങ്ങനെയും ഉണ്ടാവും. UDFന്റെ വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. UDFന്റെ വോട്ട് മുഴുവൻ പോലെ മലപ്പുറം മേഖലയൊക്കെ ഉള്ള സ്വഭാവം തന്നെയാണ്. വളരെ പിന്നെ വലിയ പോളിംഗ് ശതമാനമൊന്നും കാണൂല. അതിന് പല കാരണങ്ങളുണ്ട്. പുറത്തുള്ളവരൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നല്ല വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. മലപ്പുറം ജില്ലയില് UDFന്റെ ട്രെൻഡാണ്. അത് എവിടെയും ഒരു വ്യത്യാസവും കാണൂല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അല്ല, അത് പിന്നെ അതിനെപ്പറ്റിയൊക്കെ പല വ്യാഖ്യാനമുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. മലപ്പുറം ജില്ലയില് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും UDFന്റെ ട്രെൻഡാണ്. വിജയം ഉണ്ടാവും. ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോഴേ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100+ സീറ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ജനറലി നോക്കുമ്പോ UDFന്റെ ഒരു ട്രെൻഡ് കാണാൻ കഴിയുന്നു. അപ്പോ അതനുസരിച്ച് സീറ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോ ഈ പറഞ്ഞതുപോലെ കണക്കൂട്ടിയാൽ ഈ പറഞ്ഞ 90, 95, 100 അത്രയും സീറ്റുകൾ വരാം. ഓക്കെ. പാലക്കാട് ചിറ്റൂരിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു BJP സ്ഥാനാർത്ഥിയുടെ MP പോസ്റ്റ് ഇടത് മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ ഡീലിന്റെ ഒരു വ്യക്തമാകുന്ന തെളിവല്ലേ? ചിറ്റൂരിലെ BJP സ്ഥാനാർത്ഥിയാണ് രാവിലെ LDF ഡീലുണ്ടെന്നുള്ളത് നമുക്ക് ക്യാമ്പയിൻ കാലത്ത് തന്നെ തെളിഞ്ഞതാണല്ലോ. അതിന്റെ കൂടുതൽ എവിഡൻസ് പുറത്തേക്ക് വരും. പക്ഷെ അതിനും മറികടക്കുന്ന ട്രെൻഡാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് കാര്യമൊന്നും കിട്ടൂല ഡീൽ കൊണ്ടും. അല്ല, എല്ലാം സാധ്യമല്ല. എല്ലാം നാളത്തേക്കൊക്കെ പറ്റുള്ളൂ. കാരണം പോളിംഗ് ശതമാനമൊക്കെ ഒഫീഷ്യലി വരുമ്പോൾ റിപ്പോർട്ടുകൾ മുഴുവൻ വരുമ്പോഴും ഒക്കെ നാളെയൊക്കെ ആവും. ഇന്നിപ്പോൾ ഉള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ പ്രവർത്തകന്മാരിരുന്നും ബൂത്തുനിന്നും ഒക്കെ കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ കരുതിയതിനേക്കാൾ പോസിറ്റീവാണ്.